ഈ DSERA എന്ന ഹൊറർ ഫിലിമിനെ പറ്റി പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? കാരണം ഇത്രയും നാൾ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമല്ല അതിൽ ചെയ്തത്, ഒരു ഹൊറർ ഫിലിം കൂടെയാണ്. നമുക്കറിയാം ഈ സന്തോഷം പ്രകടിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ സങ്കടം പ്രകടിപ്പിക്കുന്നത് പോലെ അത്ര കണ്ട് എളുപ്പമല്ല. ഇത് രണ്ടിനും ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, ഈ ഹൊറർ ഭയം കൂടെ മുഖത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. അതെ, തീർച്ചയായിട്ടും അത് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ളൊരു ഡയറക്ടറാണ് രാഹുൽ സദാശിവൻ എന്ന് പറയുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ മുന്നേ ഉള്ള വർക്കുകളൊക്കെ നമുക്കറിയാം. അത്രയും ഇപ്പോൾ ഭ്രമയുഗാവട്ടെ അല്ലെങ്കിൽ ഭൂതകാലാവട്ടെ, ഇതെല്ലാം നമ്മളെയൊക്കെ ഭ്രമിപ്പിച്ചിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡയറക്ടറുടെ ഏതെങ്കിലും ഒരു സിനിമയിൽ എനിക്ക് ഒരു സീനെങ്കിലും ചെയ്യണമെന്ന് അമ്മാതിരി ആഗ്രഹം എനിക്കുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ എൻ്റെ മധുസൂദനം പൊറ്റി എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടറിലേക്ക് ഒരു വലിയ മലയാള സിനിമയിൽ തന്നെ നല്ല വലിയ ആർട്ടിസ്റ്റുകളെയൊക്കെ നോക്കിയിരുന്നതാണ്. അപ്പോൾ ഏകദേശമൊക്കെ അത് റെഡി ആയതുമാണ്. പക്ഷേ എന്തൊക്കെയോ സാങ്കേതിക തടസ്സങ്ങളാൽ ആ പേരുകളൊക്കെ മാറുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് വേറൊരാളിനെ ആരെ നോക്കണം എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മകനുണ്ട്, ദിൻനാഥ് പുത്തഞ്ചേരി. അത് രാഹുലിൻ്റെ അടുത്ത സുഹൃത്താണ്, കൂടെ അസോസിയേറ്റാണ്. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ, ഇതുപോലെ ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ചെയ്ത ഇൻ്റർവ്യൂവിൻ്റെ ഒരു ലിങ്ക് എടുത്തിട്ട് പറഞ്ഞത്, ഇദ്ദേഹത്തിനെ നമ്മളൊന്ന് നോക്കിയാലോ, നമുക്ക് നോക്കാം, ഇയാൾ ചെറിയ ചെറിയ വേഷങ്ങൾ കുറേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ആ ഇൻ്റർവ്യൂ ലിങ്ക് ഓപ്പണാക്കി രാഹുൽ സദാശിവൻ പറഞ്ഞു, സ്പോട്ടിൽ തന്നെ പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്ന മധുസൂദനം പറ്റി ഇതാണ് എന്ന് ഒരു റിപ്ലൈ ആണ് കൊടുത്തതെന്നാണ് ഞാൻ അന്ന് കേട്ടത്. ഇനി നേരിട്ട് കണ്ടിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാന്നുള്ളത്. പിന്നെ സന്തോഷം മറ്റൊന്നില്ല. അതിന് തീർച്ചയായിട്ടും അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാര്യം ഒന്നും ചെറുതല്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ ചെയ്തില്ലെങ്കിൽ ഞാൻ ആ സിനിമയിലില്ല. അല്ലെങ്കിൽ ആ മൊമെൻറ്റിൽ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ റീല് ദിൻനാഥ് പുത്തഞ്ചേരി എന്ന് പറയുന്ന ഒരു വ്യക്തി അത് കണ്ടില്ലെങ്കിൽ ഞാൻ ആ സിനിമയിലില്ല. അതൊക്കെ ഈ പറഞ്ഞാലാണ് ഏത് ചെറിയ കാര്യത്തിനും ഏതെങ്കിലും ഒരു വലിയൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടെയായിരുന്നു ഈ രാഹുൽ സദാശിവൻ സിനിമയിലേക്ക് ഞാൻ ഇങ്ങനൊരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെട്ടത്. ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് വരാനൊരു സമയമെടുത്തു, അതോ പെട്ടെന്ന് തന്നെ എല്ലാവരുമായിട്ടും ജെല്ലാവാൻ സാധിച്ചു? ഭയങ്കര, നമ്മൾ സിനിമയിൽ മാത്രമേ കുറവുള്ളൂ. ഡയറക്ടറും ടീമും എന്ന് പറഞ്ഞാൽ അമ്മാതിരി മീൻസ് ഭയങ്കര ചില്ലാണ്ട് ഭയങ്കര ജോളി പീപ്പിളാണ്. അവർ ഈ ഷോട്ടിൽ മാത്രമേ ഇവർക്കൊക്കെ ഹൊറർ, ഇല്ലാത്ത സമയത്ത് വൻ ജോലി. നമുക്കൊരു ഷോട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സീൻ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മുടെ ആ മധുസൂദനം പോറ്റിൽ നിന്ന് നമ്മളെ അഴിച്ച് മാറ്റിക്കവർ. അല്ലാതെ ഷൂട്ട് നടന്ന 30 ദിവസവും നമ്മളിങ്ങനെ ആ ഹൊറർ മൂഡിലൊന്നും അല്ല അവിടെ ജീവിച്ചത്. ഭയങ്കര രസമാണ്. ആ ഒരു ദിവസം 2 സീൻ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നാൽ ആ 2 സീൻ ഷൂട്ട് ചെയ്യുന്നു. ആ ഷൂട്ട് ചെയ്യുന്ന മൊമെൻറ്റിൽ മാത്രമല്ല, ആ റിഹേഴ്സൽ മുതൽ ആ ഷോട്ട് കംപ്ലീറ്റ് ആവുന്ന സമയം വരെ മാത്രമേ നമുക്ക് ആ ക്യാരക്ടറിൻ്റെ ആ ഒരു വെയിറ്റ് നമ്മുടെ ദേഹത്തുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ മാറ്റുകയാണ്. അങ്ങനെയൊക്കെ ഭയങ്കര രസകരമായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയായിരുന്നു. പിന്നെ വേറെ ഞാൻ കണ്ടിട്ടുള്ള വേറൊരു രസം, രാഹുൽ സദാശിവൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് ഇന്നിപ്പോൾ 2 സീൻ പ്ലാൻ ചെയ്ത് പോയി. അപ്പോൾ രണ്ടും ഒരേ ലൊക്കേഷനിലായിരിക്കും, അങ്ങനെയൊക്കെ ആവാം. അത് വൈകുന്നേരം 6:30 വരെയോ അല്ലെങ്കിൽ രാത്രി 9:30 വരെയൊക്കെ ആയിരിക്കും അതിന് ടൈം തന്നിരിക്കുന്നത്. ഇസാൻ രാവിലെ 11 മണിക്ക് തീർന്നു കഴിഞ്ഞാൽ പുള്ളിയാണ്. പിന്നെ വേറൊരു ദിവസം അവിടെ ചെയ്യാനുള്ള അത് ചെയ്യില്ല. ഇന്ന് എന്താണോ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതെന്ന് അത് മാത്രം ചെയ്ത് വിടും. കറക്റ്റ് പ്ലാനിങ് ആണ്. കൃത്യം 28 ദിവസം കൊണ്ട് തീർന്നൊരു സിനിമയാണ് DSERA എന്ന് പറയുന്നത് ഈ 2 മണിക്കൂർ സിനിമ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.